നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. അനോമലി സ്കാൻ അല്ലെങ്കിൽ അനാറ്റമി സ്കാൻ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അനോമലി സ്കാൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? 100% പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൽ അറിയാൻ സാധിക്കുമോ? ഇവയെല്ലാമാണ് സാധാരണ പേഷ്യൻസിൻ്റെ സംശയം. നമുക്കറിയാം, ഈ അനോമലി സ്കാൻ നമ്മൾ ചെയ്യുക സാധാരണ ഒരു 18 മുതൽ 23 ആഴ്ച വരെയുള്ള സമയത്താണ്. ഇത് കുഞ്ഞിൻ്റെ ഒരു ഡീറ്റെയിൽ സ്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞിൻ്റെ ഹെഡ് മുതൽ ഉള്ളംകാൽ വരെയുള്ള ഭാഗങ്ങൾ മൊത്തമായിട്ട് കുഞ്ഞിനെ സ്റ്റഡി ചെയ്യാൻ, ബ്രെയിന്, സ്പൈനൽ കോഡ്, അതുപോലെ ആന്തരാവയവങ്ങളായ ലിവർ, സ്പ്ലീന്, ബ്ലാഡർ, കിഡ്നി, അതുപോലെ എല്ലാ അവയവങ്ങളും ഇതിനകത്ത് അനലൈസ് ചെയ്യും. കൈകാലുകൾ, വിരലുകൾ. അപ്പോൾ അതുകൂടാതെ തന്നെ പ്ലാസൻ്റയുടെ ലൊക്കേഷൻ, യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഓവറീസ്, അതുപോലെ നമുക്ക് യൂട്രസിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ അനോമലി സ്കാനിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടൈം നേരത്തെ നമ്മളൊരു 20 ആഴ്ചയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു 22 ആഴ്ച 23 ആഴ്ച വരെയും നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം ഇപ്പോൾ ഈ അബോർഷൻ ലോ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ ടൈം 24 വീക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതിനാൽ നമ്മളൊരു 22-23 വീക്സ് വരെയൊക്കെയാണ് ഇപ്പോൾ ഈ അനോമലി സ്കാൻ ചെയ്യുക. കാരണം ഈ അനോമലി സ്കാനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്താൽ ആ പ്രഗ്നൻസി അവർ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ടൈം ലഭിക്കാനാണ് ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ടൈം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ്, ഈ 20-22 വീക്സിലാണ് കുഞ്ഞിനെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. നമുക്ക് ആ ഓർഗൻസും ഫേസും ഒക്കെ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ല ടൈമും ഈ അനോമലി സ്കാനിങ്ങിന് ഈ 22-23 ആ വീക്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ അനോമലി സ്കാനിൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഇത് ചെയ്യേണ്ട നിർബന്ധമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിലും അതനുസരിച്ച് എന്തെങ്കിലും സ്റ്റെപ്സ് നിങ്ങൾക്ക് എടുക്കാൻ സഹായമാകും എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് 100% ഇതിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ചില കണ്ടീഷൻസ്, അതായത് സ്പൈന ബൈഫിഡ, അതായത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു ഡിഫക്റ്റ്, അതൊക്കെ ഒരു 10-9 കേസും ഡിറ്റക്റ്റ് ചെയ്യും. പക്ഷേ ചില പ്രോബ്ലംസ്, അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലം, ചില വാൽവുലാർ പ്രോബ്ലം, അങ്ങനത്തെ പ്രോബ്ലംസ്, ചില വെസൽസിൻ്റെ പ്രോബ്ലം, അതൊക്കെ ചിലപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാൻ അത് 10-5 ചിലപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. അതിനാൽ 100% നമുക്ക് ഇതുകൊണ്ട് അനോമലി അറിയാം എന്ന് കരുതരുത്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഈ പ്രോബ്ലം അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലായാൽ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ചില ആക്ഷൻസ്, ഉദാഹരണത്തിന് ഒരു ഡയഫ്രമാറ്റിക് ഹെർണിയ, അങ്ങനത്തെ ചില കണ്ടീഷൻസൊക്കെ വന്നാൽ എവിടെയാണ് പേഷ്യൻ്റ് ഡെലിവറി ആകേണ്ടത്, ഇമ്മീഡിയറ്റ് കെയർ വേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാനുമൊക്കെ ഈ സ്കാനുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകും. അതുപോലെ ക്ലെഫ്റ്റ് ലിപ്പ്, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ, ഈ മുച്ചുണ്ട് പോലത്തെ പ്രോബ്ലംസൊക്കെ ആണെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പേരൻസിന് ആ ഒരു വ്യൂവോടുകൂടി ആ കുഞ്ഞിനെ കാണാനും, അല്ല പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാതെയും ഒക്കെ നമുക്ക് അവരെ കൗൺസിൽ ചെയ്ത് ഈ പ്രോബ്ലത്തിൻ്റെ സിവിയറിറ്റി എന്തുമാത്രമുണ്ട്, ഇത് നമുക്ക് എന്തുമാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതൊക്കെ നമുക്ക് അവർക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുവാനും, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ അവരെ റെഡിയാക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഈ അനോമലി സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മളിത് ഒരു എക്സ്പേർട്ട് സോണോളജിസ്റ്റാണ് ഈ അനോമലി സ്കാൻ ചെയ്യുക. ഇതിന് ചിലപ്പോൾ ഒരു 45 minutes to 1 hour ഒക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ പേഷ്യൻസ് വളരെ സ്ട്രെസ്ഡായിട്ട് വന്ന് പറയാറുണ്ട്, കൂടുതൽ സമയമെടുത്തു, പല പ്രാവശ്യം ചിലപ്പോൾ ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യുന്നത് സാധാരണ കുഞ്ഞൊരു ഓക്വേർഡ് പൊസിഷനിലാണ് കിടക്കുന്നത്, ചിലപ്പോൾ ഫേസ് കാണാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ശരിയായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരിക എന്നൊക്കെ പറയും, ആ കുഞ്ഞിൻ്റെ പൊസിഷൻ ഒന്ന് ശരിയാവാനൊക്കെ. അതുപോലെ അമ്മയുടെ അബ്ഡമിനൽ വോളിന് തിക്നെസ് കൂടുതലാണ്, പ്രത്യേകിച്ച് വെയിറ്റ് കൂടുതലൊക്കെ ആണെങ്കിൽ, കൂടുതൽ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷ്വലൈസേഷൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതാണ് ചിലപ്പോൾ ഈ പ്രോബ് കുറച്ചുകൂടി ഒന്ന് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. അല്ലാതെ ഈ സ്കാൻ കൊണ്ട് വേദനയൊന്നുമുള്ള പ്രൊസീജിയർ അല്ല. പിന്നെ ഇത് ചെയ്യുന്നത് ഒരു ഡിം ലൈറ്റ് ആയിരിക്കും ആ മുറിയിൽ. നമുക്ക് ഇത് അൾട്രാസൗണ്ട് വേവ്സ് ആണല്ലോ ഈ ഇമേജായിട്ട് നമുക്ക് ഇമേജ് ലഭിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും, ആ പ്രോബ്
അമ്മയുടെ വയറിൽ ആ പ്രോബ് വെച്ചിട്ടാണ് ഈ അൾട്രാസൗണ്ട് വേവ്സ് മുഖേനമാണ് കുഞ്ഞിൻ്റെ ഇമേജ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിലിൽ പേഷ്യൻ്റ് കിടക്കുമ്പോൾ ആ വയറിൻ്റെ ചെസ്റ്റിൻ്റെ താഴെ തൊട്ട് താഴെ ആ ഹിപ്പിൻ്റെ ഭാഗം വരെ അൺകവേർഡായിട്ട് ഈ ജെല്ല് നന്നായിട്ട് ഒരു അൾട്രാസൗണ്ട് ജെൽ വയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആണ് ഈ ഹാൻഡ് ഹെൽഡ് പ്രോബ് നമ്മൾ വയറിൽ ഈ സോണോളജിസ്റ്റ് വെച്ച് കുഞ്ഞിനെക്കുറിച്ച് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാം. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ നിങ്ങൾക്ക് കൂടെ വേണം എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് നിങ്ങൾക്കത് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ ചിലപ്പോൾ അല്പം യൂറിനറി ബ്ലാഡർ വേണമെന്ന കണ്ടീഷനുണ്ട്, ചിലപ്പോൾ യൂറിനറി ബ്ലാഡർ അതായത് യൂറിൻ പാസ് ചെയ്തിട്ട് ചെയ്യേണ്ട കണ്ടീഷനുമുണ്ട്. അപ്പോൾ പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഈ സ്കാൻ ചെയ്യുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നമില്ല. ഇതിൻ്റെ സമയം സാധാരണ പ്രത്യേകിച്ച് കുറച്ച് സമയമെടുക്കുന്ന പ്രൊസീജിയർ ആയത് കാരണം യൂഷ്വലി നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിട്ട് ഈ സ്കാൻ ചെയ്യാൻ നമ്മൾ പറയും. കാരണം അതിന് ഇത്തിരി ടൈം എടുക്കുന്ന പ്രൊസീജിയറാണല്ലോ. അതിൻ്റെ റിപ്പോർട്ടും നമുക്ക് അന്നേരം തന്നെ അവർ തരാറുണ്ട്. അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെയും കണ്ട് ഈ റിപ്പോർട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്കാൻ നിങ്ങൾക്ക് ഹാംഫുൾ ഉണ്ടോ, എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഇതുകൊണ്ട് ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ എന്ന് അമ്മമാർ ചോദിക്കാറുണ്ട്. ഈ അൾട്രാസൗണ്ട് വേവ്സ് സേഫാണ്. നമ്മുടെ എക്സ്റേയോ CT സ്കാനോ ഉള്ള പോലുള്ള റേഡിയേഷൻ ഇതിനില്ല. അപ്പോൾ ഇതൊരു സേഫ് സ്കാനാണ്. അതുപോലെ നിങ്ങൾക്കാണെങ്കിലും യാതൊരു പെയിനോ ബുദ്ധിമുട്ടോ ഇതുകൊണ്ട് ഉണ്ടാകാറില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമായ കണ്ടീഷനാണെങ്കിൽ നമ്മളത് അവരോട് സംസാരിക്കാറുണ്ട്. അതുപോലെ പ്രോബ്ലംസ് എന്തെങ്കിലും സസ്പെക്റ്റ് ചെയ്താൽ, ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം സസ്പെക്റ്റ് ചെയ്താൽ അത് ഉറപ്പാക്കാനായിട്ട് കുഞ്ഞിന് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്ന ഒരു പരിശോധനയുണ്ട്. അമ്നിയോസെൻറ്റസിസ് എന്ന് പറയും. അതിന് ഒരു 1% മിസ്കാരേജ്, അത് അബോർഷൻ ആകാനുള്ള ഒരു റിസ്ക് ഈ പ്രൊസീജിയറിനുണ്ട്. അതല്ലെങ്കിൽ സാധാരണ അൾട്രാസൗണ്ട് കൊണ്ട് കുഞ്ഞിന് ഹാം ഉണ്ടാകാറില്ല. ഇതാണ് ഈ അനോമലി സ്കാൻ്റെ പ്രത്യേകത. ഇത് ചെയ്യേണ്ട സമയം 18 to 23 വീക്സാണ് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയം. ഈ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തിയാണ്, നിങ്ങളുടെ സർവിക്സ് ഓക്കെയാണ്, യൂട്രസിൻ്റെ നെക്കിന് പ്രോബ്ലം ഇല്ല, പ്ലാസൻ്റയുടെ ലൊക്കേഷനൊക്കെ നോർമലാണ്, ഇതൊക്കെ നമുക്കൊരു റീഅഷുറൻസ് ലഭിക്കുകയും നിങ്ങളുടെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, നിങ്ങളുടെ ആ ഹെൽത്ത് മനസ്സിനും ശരീരത്തിനും അതിൻ്റേതായ ഒരു ആ ഹെൽത്തി ഇത് ലഭിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ ഇമേജ് സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുക. പിന്നെ നമുക്ക് 3D സ്കാൻ, 4D സ്കാൻ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. 3D സ്കാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഒരു ഫോട്ടോ പോലെ നമുക്ക് കിട്ടും, കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ലഭിക്കുന്നത് പോലെ. പക്ഷേ 4D എന്ന് പറയുമ്പോൾ ഇതൊരു വീഡിയോ പോലെയാണ്. നമുക്ക് കുഞ്ഞ് അകത്ത് മൂവ് ചെയ്യുന്നതും കുഞ്ഞ് തമ്പ് സക്ക് ചെയ്യുന്നതും കൈ അനക്കുന്നതും അങ്ങനെയെല്ലാം, കുഞ്ഞിന് ചിരിക്കുന്നതും അങ്ങനെയെല്ലാം നമുക്കൊരു 4D ഇമേജിൽ അങ്ങനെ ഒരു വീഡിയോ പോലെ കിട്ടും. അപ്പോൾ ഈ 4D സ്കാൻ 3D സ്കാനും കുറേ കൂടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് അറിയാനും ഈ 4D ഇമേജസൊക്കെ കൂടുതൽ യൂസ്ഫുള്ളാണ്. നമ്മളിതിന് പറഞ്ഞതുപോലെ 100%ഉം ചിലപ്പോൾ എല്ലാ ഡിഫക്ട്സും നമുക്ക് അൾട്രാസൗണ്ടിൽ കിട്ടണമെന്നില്ല. അത് കാരണം നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, പ്രത്യേകിച്ച് രണ്ടാമത്തെ സിസേറിയനൊക്കെ ആകുമ്പോൾ പ്രസവം നിർത്തണമെന്ന് നിർബന്ധിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം കുഞ്ഞിനുണ്ടെങ്കിൽ പ്രസവത്തിന് ഉടനെ നമ്മൾ പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യുക, റീകാനലൈസ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പല്ല. അത് കാരണം രണ്ടാമത്തേതിന് നമ്മൾ എപ്പോഴും അവരോട് ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഇൻ്റർവെൽ കോൺട്രാസെപ്റ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രഗ്നൻസി ഇനി കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പ്രസവം നിർത്താമല്ലോ. ഈ ഉണ്ടായ ഉടനെ ഒരു കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് 100% എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് പറയുവാൻ സാധിക്കില്ല. അത് കാരണം ഇമ്മീഡിയറ്റായിട്ട് പ്രസവം നിർത്തുന്നത് നമ്മളെപ്പോഴും ഡിസ്കറേജ് ചെയ്യുന്നതും ഇതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനോമലി സ്കാൻ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും അത് നിങ്ങൾക്ക് എങ്ങനെ ആ ഡെലിവറി സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം.